ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ആച്ചീസിലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കരീന കപൂറിനൊക്കെ പഴമാണ് ഇഷ്ടമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറുത്ത പഴമില്ലേ, അതൊന്ന് ചാടിക്കളയണ്ടേ. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. ആവിയിൽ വേവിച്ചാലും മതിയേ. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്ത് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ആ ശർക്കരേൻ്റെ മടുപ്പൊന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ പഴമില്ലേ, അതൊക്കെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂണ് അരിപ്പൊടി, ടീസ്പൂണല്ലേ കയ്യിൽ അരിപ്പൊടി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റാം കേട്ടോ. ഈ ഉരുളകളാക്കി വരുമ്പോൾ റെഡി ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാക്കൂട്ടില്ലേ, അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഉരുളകളാക്കി വെക്കാം. എത്ര പഴത്തിൻ്റെ ബോളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ഉരുളകളും വേണം. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം പഴത്തിൻ്റെ ഉരുള ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ തേങ്ങാൻ്റെ ബോൾസില്ലേ അത് അതിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇനി ബോൾസ് ആക്കുമ്പോൾ നല്ല വൃത്തിക്ക് ആക്കുക, കാരണം കാണാൻ നല്ല ഭംഗിയുണ്ടാവും അത് വൃത്തിക്ക് ആക്കിയാൽ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടിച്ചമ്പില്ലേ അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റാം. ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കി, എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കാരണം എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇടുക.